റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ ആശർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഈ 10 ദിവസങ്ങളാണ്. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടം സ്വീകരിക്കുവാനും ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ പോലെ മറ്റൊരു ദിവസവും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹ് വഅഅ്ളമ അജ്റൻ മിനൽ അമൽ. റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ അമലുകളിൽ വെച്ച്, അല്ലെങ്കിൽ മിൻ ഖൈരിൻ യഅമലുഹു ഫിൽ അശ്രിൽ അദ്ഹാ. അസ്കാ ഇൻദല്ലാഹ് എന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും അധികം അല്ലാഹു സ്വീകരിക്കുന്നത്, അതേപോലെ തന്നെ അഅ്ളമു അജ്റൻ, വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്നത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വമ്പിച്ച പ്രതിഫലവും ലഭിക്കുന്നത് മിൻ ഖൈരിൻ യഅമലുഹു എന്നാണ്. മിൻ ഖൈരിൻ എന്നാണ് പറഞ്ഞത്. ഏത് ഖൈറും, അത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. മിസ്ഖാല ദർറത്ത് ഖൈറാണെങ്കിലും ശരി, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ അത് ഏറ്റവും പുണ്യമാക്കപ്പെടുന്നതാണ്, ഏറ്റവും പരിശുദ്ധമാക്കപ്പെടുന്നതാണ്. ഫിൽ അശ്രിൽ അദ്ഹാ. അശ്റുൽ അദ്ഹാ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണ്. ഏത് ഖൈർ ചെയ്താലും, എന്ത് നന്മ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. മറ്റൊരു ഹദീസിലുള്ളത്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 ദിവസങ്ങളിൽ അല്ലാഹു സൽക്കർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ഒരു ദിവസവും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളെ അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ദിവസങ്ങളിലാണ്. ആ ഹദീസിന്റെ അർത്ഥം കൃത്യമായി അറിയാവുന്ന സഹാബികൾ, അറബി ഭാഷ കൃത്യമായി അറിയാവുന്ന സഹാബികൾക്ക് നബിയുടെ ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലായി ഈ ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ഈ ദിവസത്തിലെ അമലുകളാണ് ഏറ്റവും പ്രധാനമെന്ന്. അതുകൊണ്ട് അവർ ചോദിച്ചു, വലൽ ജിഹാദു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അതെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് പോലും ഈ 10 ദിവസത്തെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമില്ല. എങ്ങനെയാണെങ്കിൽ അല്ലാതെ, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി വലം യർജി മിൻ ദാലിക ബിശൈ. ഒരാൾ സ്വന്തം നഫ്സും സമ്പത്തും കൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ഷഹീദായി അതിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ, ഷഹീദായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രത്യേകമായ പദവികളുണ്ട്. അതല്ലാത്ത നിലക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ഒരാളെക്കാൾ പ്രതിഫലമുണ്ട് ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക്. അതേത് സൽക്കർമ്മമാകട്ടെ, നമസ്കാരമാണെങ്കിലും ശരി, നോമ്പാണെങ്കിലും ശരി, ദിക്റുകളാണെങ്കിലും ശരി, ദുആകളാണെങ്കിലും ശരി, സദഖയാണെങ്കിലും ശരി, കുടുംബബന്ധം ചേർക്കലാണെങ്കിലും ശരി, ദഅവത്താണെങ്കിലും ശരി, ഏത് നന്മകളാകട്ടെ, ആ നന്മകൾക്കൊക്കെ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണിത്.